ഈ കാൽനട യാത്രക്കാരുടെ കാലപുരിയായി മാറിയിരിക്കുകയാണ് സംസ്ഥാനത്തെ റോഡുകൾ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒക്ടോബർ മാസം മാത്രം വാഹന അപകടങ്ങളിൽ മരിച്ച കാൽനട യാത്രക്കാരുടെ എണ്ണം 97 വർദ്ധിക്കുന്ന അപകടങ്ങൾ കണക്കിലെടുത്ത് കാൽനട യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. വെറും 15 മിനിറ്റ് നേരം റോഡിലേക്ക് തുറന്നു വെച്ച ഞങ്ങളുടെ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണിവ. ഒരുപക്ഷെ വലിയ അപകടങ്ങൾക്ക് മുൻപുള്ള ദൃശ്യങ്ങളായേക്കാവുന്നവ. അത് പറയാൻ ഒരു കാരണമുണ്ട്. കർശനമായ റോഡ് നിയമങ്ങൾ നമുക്കുണ്ടെങ്കിലും അതൊന്നും റോഡിൽ കാണില്ല. ആർക്കും തോന്നുംപടി നടക്കാം, വാഹനമോടിക്കാം. അതാണ് അവസ്ഥ. വാഹനങ്ങൾ ചീറിപ്പായുന്ന തിരുവനന്തപുരം പഴവങ്ങാടിയിലാണ് ഈ അപകടയാത്ര. 2025 ഒക്ടോബർ വരെ മാത്രം 800 കാൽനട യാത്രക്കാർക്കാണ് സംസ്ഥാനത്ത് ജീവൻ നഷ്ടമായത്. 97 കാൽനട യാത്രക്കാർ ഒക്ടോബറിൽ മാത്രം മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റവർ 714. നേരിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടത് 201 പേർ. ഈ വർഷത്തിൽ അപകടത്തിൽപ്പെട്ട കാൽനട യാത്രക്കാരുടെ എണ്ണം 1000-ലധികം. മരണപ്പെടുന്നതിൽ 50% മുതിർന്ന പൗരന്മാരാണ്. ഒരു റോഡിലെ ഏറ്റവും വൾനറബിൾ ആയിട്ടുള്ള റോഡ് യൂസറാണ് പെഡസ്ട്രിയൻ. സിബ്ര ക്രോസിംഗ് വഴി ആരെങ്കിലും കണ്ടാൽ അവിടെ സിഗ്നൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിന് ഒരു 3 മീറ്റർ ഇപ്പുറം ഒരു സ്റ്റോപ്പ് ലൈൻ വരയ്ക്കാറുണ്ട്. സ്റ്റോപ്പ് ലൈൻ ഉണ്ടെങ്കിലും മാഞ്ഞു പോയാലും ശരിക്കും പെഡസ്ട്രിയനെ കണ്ടാൽ അവിടെ നിർത്തേണ്ടതാണ്. വണ്ടി കംപ്ലീറ്റ് സ്റ്റോപ്പാണ് ചെയ്യേണ്ടത്. എല്ലാ വർഷവും ജനുവരി മാസം റോഡ് സേഫ്റ്റി മന്താണ്. നമ്മുടെ ഫോക്കസ് അഗെയിൻ പെഡസ്ട്രിയൻ സേഫ്റ്റിയാണ്. ഏറ്റവും വൾനറബിൾ റോഡ് യൂസർ. പെഡസ്ട്രിയൻ സേഫ്റ്റി നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാ സേഫ്റ്റി അതിലെ കവർ ആവും. ഈ പെഡസ്ട്രിയൻ ഡെത്ത്സ് നടക്കുന്നത് റോങ് പാർക്കിംഗ് കൊണ്ട് കൂടിയാണ്. ആൾക്കാർ ഫുട്പാത്തിൽ പാർക്ക് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു പെഡസ്ട്രിയൻ വാക്കിംഗ് ഏരിയ മൊത്തം കവർ ചെയ്ത് പാർക്കിംഗ് ചെയ്യുമ്പോൾ പെഡസ്ട്രിയൻ റോഡിലോട്ട് ഇറങ്ങിയിട്ട് നടക്കേണ്ടി വരും. റോഡിൽ ഇറങ്ങി നടക്കുമ്പോൾ സ്പീഡ് ഗോയിങ് വെഹിക്കിൾസിൻ്റെ ഹിറ്റിംഗ് ചാൻസസ് കൂടുതലാണ്. കാൽനട യാത്രക്കാരുടെ മരണക്കണക്കിൽ അതിശയിക്കേണ്ട. റോഡിൽ നോക്കിയാൽ സംശയം മാറും. റോഡ് മുറിച്ചു കടക്കരുത് എന്ന് സൂചിപ്പിച്ച് ചുവന്ന സിഗ്നൽ തെളിഞ്ഞിട്ടും അതൊന്നും കാര്യമാക്കാതെ നടക്കുന്നവർ. നടപ്പാതയുണ്ടെങ്കിലും നടത്തം റോഡിലൂടെയാക്കിയവർ. അങ്ങനെ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നവർ നടന്നും വാഹനമോടിച്ചും പോകുന്നുണ്ട്. ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടമായ കിഴക്കേക്കോട്ടയിലെ റോഡിൽ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും വിധമാണ് നെട്ടോട്ടം. ഈ ഓട്ടോറിക്ഷ നിർത്തിയിട്ടിരിക്കുന്നത് നിശ്ചിത അകലം സീബ്ര ലൈനിൽ നിന്നും പാലിക്കാതെ. കാൽനട യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും കാണാം. എന്നാൽ മുഖ്യമന്ത്രിയുടെ 1-ാം നമ്പർ കാർ റോഡിലെത്തിയാൽ പിന്നെ സീബ്ര ലൈനുമില്ല, നിയമവുമില്ല. വാഹനങ്ങളെ പോലീസുകാർ തന്നെ സീബ്ര ലൈനിലേക്ക് കയറ്റി നിർത്തും. ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന് പിന്നാലെ കാൽനട യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് പ്രത്യേക ഡ്രൈവ് നടത്താനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. പിഴ ചുമത്തുന്നതിനൊപ്പം നിയമലംഘനം നടത്തുന്ന വാഹനയാത്രക്കാരുടെ ലൈസൻസ് റദ്ദാക്കുന്നതടക്കം കർശന നടപടികൾ ഉണ്ടാകും. ആ വാഹനം നിൽക്കുന്നത് സീബ്ര ലൈനിലാണ്. ഒരാൾ റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാം. മോട്ടോർ വാഹന വകുപ്പ് അപകടങ്ങൾ കുറയ്ക്കാൻ പല വഴികൾ നോക്കുന്നുണ്ട്. അതുമാത്രം പോരാ, നമ്മൾ ഓരോരുത്തരുടെയും മനോഭാവങ്ങളും മാറണം, നിയമങ്ങൾ അനുസരിക്കണം. രാകേഷ് ഭദ്രനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.